നമസ്കാരം, ഞാൻ നമ്മുടെ വരുൺഗോപി. നമുക്കിതൊരു ഉപകരണം പരിചയപ്പെടാം. ഉപകരണം ഇതാണ്. നിങ്ങളിൽ പലരും ഈ സാധനം കണ്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ കണ്ടിട്ടുണ്ട്, ബസ്സിൽ കണ്ടിട്ടുണ്ട്, സ്കൂളിൽ കണ്ടിട്ടുണ്ട്, കോളേജുകളിൽ കണ്ടിട്ടുണ്ട്, തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിങ്ങൾ ഈ ഉപകരണം കണ്ടിട്ടുണ്ട്. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇതാണ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ അഥവാ തീ അണക്കുന്ന ഉപകരണമാണ് ഇത്. എന്നാൽ പലർക്കും അറിയില്ല ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് തീ കെടുത്തേണ്ടതെന്ന് പലർക്കും അറിയില്ല. എൻ്റെ ഒരു അനുഭവം തന്നെയുണ്ട്. മുമ്പ് ഒരു സ്ഥലത്ത് ഒരു തിയേറ്ററിൻ്റെ സമീപത്ത് തീ പിടിച്ചു. അങ്ങനെ തീ പിടിച്ച വിവരം നമുക്ക് കിട്ടി. നമ്മൾ അവിടേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ സ്പോട്ടിൽ എത്തിയ സമയത്ത് കാണുന്നത് തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് തിയേറ്ററിൻ്റെ സമീപത്ത് വേസ്റ്റ് നിന്ന് കത്തുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ തീയിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് ഒരു എക്സ്റ്റിങ്വിഷർ തീയിൽ നിന്ന് കത്തുന്നുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. ഏതൊരു വ്യക്തി, അയാൾക്കറിയാം ഇത് തീയണക്കുന്ന ഉപകരണമാണ്. പക്ഷേ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ആ പാവത്തിന് അറിയില്ലായിരുന്നു. അയാൾ എന്ത് ചെയ്തു? ഈ ഒരു എക്സ്റ്റിങ്വിഷർ എടുത്തിട്ട് തീയിലേക്ക് എറിഞ്ഞിട്ട് ഓടി. അവിടെ തീ കെടുത്തുന്ന ഉപകരണമാണെന്നറിയാം, പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് തീ കെടുത്തേണ്ടതെന്ന് ആ പാവത്തിന് അറിയില്ലായിരുന്നു. അതാണ് അവിടെ പറ്റിയത്. ഇതുപോലെ തന്നെയാണ് നമ്മൾക്ക് പലർക്കും അറിയാം ഇത് എക്സ്റ്റിങ്വിഷറാണ്. നമ്മളെന്താണ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാത്തൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഏതായാലും ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നത് പഠിക്കാം. ഇത് ഉപയോഗിക്കുന്നതിന് നമുക്കൊരു കോഡ് ഓർത്താൽ മതി. ആ കോഡ് ഇതാണ്: PASS, പാസ് എന്നാണ്. PASS. ആ പാസ് എന്ന് പറയുന്ന ആ ഒരു കോഡ് ഓർത്താൽ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇത് ഉപയോഗിക്കാൻ പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള തീയെപ്പറ്റി പഠിക്കണം. അതിനുശേഷം നമുക്ക് പാസ് പഠിക്കാം. വ്യത്യസ്ത തരത്തിലുള്ള തീയെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഇത് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ തീയെ നമുക്ക് പല തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ക്ലാസ് A ഫയർ, ക്ലാസ് B ഫയർ, ക്ലാസ് C ഫയർ, ക്ലാസ് D, ക്ലാസ് E. ABCDE ഇങ്ങനെ നമുക്ക് 5ആയിട്ട് നമുക്ക് ഫയറിനെ തരംതിരിക്കാം. അതിൽ ക്ലാസ് A ഫയർ എന്ന് പറഞ്ഞാൽ കാർബണേഷ്യസ് ഫയറാണ്. അഥവാ കത്തിയാൽ ചാരമുണ്ടാകുന്ന തീയെ നമ്മൾ ക്ലാസ് A ഫയർ എന്ന് പറയും. അതായത് ഇപ്പോൾ വിറക് കത്തി, അല്ലെങ്കിൽ തുണിത്തരങ്ങൾ കത്തുന്നു, അല്ലെങ്കിൽ പേപ്പറുകൾ കത്തുന്നു, അല്ലെങ്കിൽ മരങ്ങൾ എല്ലാം കത്തുന്നു. ഇതൊക്കെ കത്തിക്കഴിഞ്ഞാൽ ചാരമുണ്ടാകും, അല്ലെങ്കിൽ വെണ്ണീര് എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ചാരമുണ്ടാകും. അത്തരത്തിലുള്ള തീയെ നമ്മൾക്ക് എന്ത് ചെയ്യാം? ക്ലാസ് A ഫയർ എന്ന് പറയാം. അപ്പോൾ ക്ലാസ് A ഫയർ നമുക്ക് അണക്കാൻ ഏറ്റവും നല്ലത് ഏതാണ്? നമുക്ക് വെള്ളമാണ്. വെള്ളം നമുക്ക് സുലഭമായി കിട്ടും. കുടിവെള്ളമാണ് കിട്ടാത്തത്, പക്ഷേ നമുക്ക് തീ അണക്കാനുള്ള വെള്ളമൊക്കെ ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ വെള്ളം ആണ് ക്ലാസ് A ഫയറിന് ഏറ്റവും നല്ല, അത് അണക്കാൻ ഏറ്റവും നല്ലത്. ഇനി ക്ലാസ് B എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫയറാണ്. അഥവാ പെട്രോള്, മണ്ണെണ്ണ, ഡീസൽ, പെയിൻറ്റ് ഇതൊക്കെ കത്തുമ്പോൾ നമ്മളതിനെ ക്ലാസ് B ഫയർ എന്നാണ് പറയുക. ക്ലാസ് B ഫയറിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് കെടുത്തുക എന്ന് പറഞ്ഞാൽ വെരി ഡേഞ്ചറാണ്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ ചെയ്യുന്നത്, സാധാരണഗതി നമ്മൾ ചെയ്യാതെ ഒരു ഫോം അഥവാ പത, അതായത് വെള്ളം ഒഴുകി പോകും, പക്ഷേ പത എന്ത് ചെയ്യും? അതിന് മുകളിൽ, തീയുടെ മുകളിൽ ഒരു ആവരണമായിട്ട് നിന്നിട്ട് തീ അണക്കും. അതാണ് ക്ലാസ് Bക്ക് നമ്മൾ ഉപയോഗിക്കുക പതയാണ്. ഇനി ക്ലാസ് C എന്ന് പറഞ്ഞാൽ ഗ്യാസ് ഫയറാണ്. ഗ്യാസ് ഫയറിൻ്റെ ഒരുപാട് വീഡിയോ ഈ ചാനലിൽ വന്നിട്ടുണ്ട്, ഇനിയും വരുന്നുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയും കാണുക. LPGയുമായി ബന്ധപ്പെട്ട, അതുപോലുള്ള ഗ്യാസുമായി ബന്ധപ്പെട്ട തീയെ നമ്മൾ ക്ലാസ് C ഫയർ എന്ന് പറയും. ക്ലാസ് C ഫയർക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കെടുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. പതയും അടിച്ചാൽ ചിലപ്പോൾ കിടണമെന്നില്ല. ആ സമയത്ത് നമ്മൾ ചെയ്യുക, ഒരു ഡ്രൈ കെമിക്കൽ പൗഡർ, ഒരു മഞ്ഞ പൗഡർ, ഒരു ഡ്രൈ കെമിക്കൽ പൗഡറാണ് ഉപയോഗിക്കുന്നത്. DCP പൗഡർ എന്നാണ് അതിന് പറയുക. ഡ്രൈ കെമിക്കൽ പൗഡറാണ് സാധാരണഗതിയിൽ നമ്മൾ ആ തരത്തിലുള്ള ഇതിനുപയോഗിക്കുക. ഇനി ക്ലാസ് D ഫയർ എന്ന് പറഞ്ഞാൽ മെറ്റാലിക് ഫയറാണ്. അതായത് സോഡിയം, പൊട്ടാസ്യം ഇതൊക്കെ കത്തുമ്പോഴാണ് നമ്മൾ മെറ്റാലിക് ഫയർ എന്ന് പറയുക, അല്ലെങ്കിൽ ക്ലാസ് D ഫയർ എന്ന് പറയുക. ക്ലാസ് D ഫയറിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന് നമ്മൾ വെള്ളം ഒഴിച്ച് കെടുത്താൻ പറ്റില്ല. ഈ സോഡിയം, പൊട്ടാസ്യമൊക്കെ വെള്ളം ഒഴിക്കേണ്ട. അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് വെള്ളത്തിലിട്ടാൽ തന്നെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് തന്നെ വെള്ളം, അതുപോലെ പത, ഇതൊന്നും നമ്മൾ അവിടെ അടിക്കില്ല. ചില മെറ്റലുകൾക്ക് നമുക്ക് ഡ്രൈ കെമിക്കൽ പൗഡർ അടിക്കാം. അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്വിഷർ ഉപയോഗിച്ചിട്ട് തീ അണക്കാൻ പറ്റും. കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്വിഷർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ഓക്സിജൻ്റെ സാന്നിധ്യം ഇല്ലാതാക്കിയിട്ട് ആ തീ അണക്കും. സാധാരണ കത്താൻ എന്ത് വേണം? ഓക്സിജൻ വേണം. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്വിഷർ ആകുമ്പോൾ അത് ഓക്സിജൻ്റെ സാന്നിധ്യം ഇല്ലാതാക്കിയിട്ട് തീ അണക്കും. കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്വിഷർ ഞാൻ കൊണ്ടുവന്നിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് ചിത്രമായിട്ട് കാണിക്കാം. ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്വിഷർ. ഇനി ക്ലാസ് E ഫയർ. ക്ലാസ് E ഫയർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫയറാണ്. കറണ്ട് കൊണ്ടുണ്ടാകുന്ന ഫയറാണ്. കറണ്ട് കൊണ്ട് ചിലപ്പോൾ ഇലക്ട്രിക് ആർക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇലക്ട്രിക് സ്പാർക്ക് ഉണ്ടാകും. സ്പാർക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് ഇലക്ട്രിക് ലൈൻ തമ്മിൽ ടച്ച് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ചെറിയൊരു തീപ്പൊരി ഉണ്ടായി. അല്ലാത്ത പക്ഷം ചിലപ്പോൾ ഇലക്ട്രിക് ആർക്കുണ്ടാകും. ആർക്ക് എന്ന് പറഞ്ഞാൽ കുറേ നേരം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇലക്ട്രിക് ആർക്ക് എന്ന് പറയും. ആ സമയത്തൊക്കെ ഇലക്ട്രിക് ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വെള്ളം അടിച്ച് കിടത്തില്ല, പത അടിച്ച് കിടത്തില്ല. അവിടെയും ചിലപ്പോൾ നമ്മൾ ഡ്രൈ കെമിക്കൽ പൗഡറോ കാർബൺ ഡൈ ഓക്സൈഡോ ആണ് അടിക്കുന്നത്. നമ്മളിതിലെ ക്ലാസ് A, B, C ഇതാണ് നമ്മൾ സാധാരണ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു 3 ഭാഗം നമുക്ക് എടുക്കാം. ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് E.
അപ്പോൾ ക്ലാസ് എക്ക് നമ്മൾ ഉപയോഗിച്ചിരുന്നത് വാട്ടറാണ്, വെള്ളമാണ്. ക്ലാസ് ബിക്ക് നമ്മൾ ഉപയോഗിച്ചത് പതയാണ്. ഇനി ക്ലാസ് സിക്ക് നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? നമ്മൾ ഡ്രൈ കെമിക്കൽ പൗഡർ അഥവാ DCP പൗഡറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്റ്റിങ്ക്വിഷറിനകത്ത് എന്താണെന്ന് അറിയാൻ നമുക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാവും. ഇതിനിപ്പോൾ ഇവിടെ എഴുതിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ABC, അതായത് ഡ്രൈ പൗഡർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ABC എന്ന് കാണുന്നുണ്ട്. ചില ഇതിനകത്ത് AB എന്നായിരിക്കും, ചിലതിൽ BC എന്നായിരിക്കും, അല്ലെങ്കിൽ ചിലതിൽ ABC എന്നായിരിക്കും, ചിലതിൽ C എന്ന് മാത്രം ഉണ്ടാവും. ഇത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്ത് എന്താണ്. അതായത് ഇതിൽ C ഉണ്ട്. A ഫയറിന് ഉപയോഗിക്കാം, B ഫയറിന് ഉപയോഗിക്കാം, C ഫയറിന് ഉപയോഗിക്കാം. C ഫയറിന് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ എന്തായാലും അത് ഡ്രൈ കെമിക്കൽ പൗഡർ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. പക്ഷേ ഇത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, ഇത് ഡ്രൈ കെമിക്കൽ പൗഡറാണ്, DCP പൗഡറാണ്. അഥവാ ഒരു സിലിണ്ടറിൽ A എന്ന് മാത്രമാണെങ്കിൽ വാട്ടർ ആയിരിക്കും. അങ്ങനെ ഒരു എക്സ്റ്റിങ്ക്വിഷർ ഇപ്പോൾ നിങ്ങൾ എവിടെയും കാണില്ല. ഇനി AB എന്ന് കണ്ടാൽ അല്ലെങ്കിൽ B എന്ന് കണ്ടാൽ ചിലപ്പോൾ ആ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ അകത്ത് പതയായിരിക്കും, അതിനകത്ത് ഫോം ആയിരിക്കും, അഥവാ പതയായിരിക്കും ഉപയോഗിക്കുക. ഇനി ABC അല്ലെങ്കിൽ BC അല്ലെങ്കിൽ C എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതിലൊന്നെങ്കിൽ ഡ്രൈ കെമിക്കൽ പൗഡർ ആയിരിക്കും, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. പക്ഷേ ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്വിഷർ ഈ തരത്തിലല്ല, അത് വേറെ തരത്തിലാണ്. അത് ഞാൻ നിങ്ങൾക്ക് ചിത്രം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം, ഇത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതെങ്ങനെയാണ്, ഇത് ഏത് തീക്കാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കും. നമ്മൾ ഇതിന് വലിയ രീതിയിൽ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡ്രൈ കെമിക്കൽ പൗഡർ അഥവാ ഡ്രൈ പൗഡർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് പൊടിയാണ് വരിക. ചിലപ്പോൾ നമ്മൾ ഇതൊരു എക്സ്റ്റിങ്ക്വിഷറാണ്, നമ്മളിപ്പോഴും എപ്പോഴും ചിന്തിക്കുന്ന തീക്കെടുത്താൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളമാണെന്നുള്ള ചിന്താഗതിയിൽ നമ്മളൊരു ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു തീയുടെ അടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിനകത്ത് നിന്ന് ഒരു മഞ്ഞ പൊടിയാണ് പുറത്തു വന്നത്. പെട്ടെന്ന് നമ്മളാകെ പഠിച്ചവനെ കാത്തോളി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടുന്ന അവസ്ഥ വരരുത്. കാരണം ഇതിനകത്തുനിന്ന് പൊടിയാണ് വരുന്നത്, നമുക്ക് ഓർമ്മ വേണം. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ച സ്ഥിതിക്ക് നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കാം. ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നുണ്ട്, നിങ്ങളുടെ സമയം കൂടുതൽ അപഹരിക്കേണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ കുറച്ച് വേഗതയിൽ സംസാരിച്ച് പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയാണ് നമുക്കിത് ഉപയോഗിക്കേണ്ട രീതി. നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ഡിസ്ചാർജ് ട്യൂബുണ്ട്, ഒരു കുഴലുണ്ട്. ഈ കുഴൽ ഇതിലൂടെയാണ് ഇതിനകത്തുള്ള സാധനം പുറത്തേക്ക് വരിക. ഇതിനകത്ത് എന്താണ്? പൊടിയാണ്, അല്ലെങ്കിൽ ഡ്രൈ കെമിക്കൽ പൗഡറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലൂടെയാണ് ഈ സാധനം പുറത്തേക്ക് വരിക. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഒരു വാൾവ് കാണുന്നുണ്ട്, ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് പ്രസ് ചെയ്യാൻ പറ്റാതിരിക്കാൻ കാരണം നിങ്ങൾ കാണുന്നുണ്ടാവും, ഇവിടെ ഇതിനകത്ത് ഒരു പിന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുന്നുണ്ടോ? നിങ്ങളിവിടെ കാണുന്നുണ്ടോ? ഒരു പിന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഊരിയിട്ട് വേണം ഇത് പ്രസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പാസ് ഓർക്കാം. പാസ് എന്ന് പറയുന്ന കോഡാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലെ P എന്ന് പറഞ്ഞാൽ P സ്റ്റാൻഡ്സ് ഫോർ പുൾ ദ പിൻ, പിന്ന് വലിച്ചൂരുക. അടുത്ത A സ്റ്റാൻഡ്സ് ഫോർ എയിം അറ്റ് ദ ഹേർട്ട് ഓഫ് ഫയർ, നമ്മൾ തീയുടെ ഹൃദയഭാഗത്തേക്ക് എയിം ചെയ്യുക. ഇതിലൂടെയാണ് ഇതിനകത്തുള്ള സാധനം പുറത്തേക്ക് വരിക. അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് എയിം ചെയ്യുക. അടുത്ത S എന്ന് പറഞ്ഞാൽ സ്ക്യൂസ് ദ വാൾവ് എന്ന് പറഞ്ഞാൽ ഈ വാൾവ് പ്രസ് ചെയ്യുക. സ്ക്യൂസ് ദ വാൾവ് ഇത് നേരത്തെ പിന്ന് വലിച്ചുകൊണ്ട് ഇത് സ്ക്യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത S ആണ് സ്വൈപ്പ്. എവിടെയൊക്കെ തീ ഉണ്ടോ അവിടേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്യുക. ഇതാണ് PAS എന്ന് പറയുന്നത്. P പുൾ ദ പിൻ, A aim at the heart of fire, S സ്ക്യൂസ് ദ വാൾവ് ആൻഡ് ലാസ്റ്റ് S സ്വൈപ്പ്. അതാണ് ഇതിൻ്റെ കോഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പിന്ന് വലിച്ചൂരാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടോ? അത് കാരണം ഇവിടെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്, ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? ഇത് വലിച്ചൂരുക. എന്നിട്ട് അപ്പോൾ ഇതിനകത്തൊരു കമ്പി, കാരണം ഇത് കുട്ടികൾ അല്ലെങ്കിൽ മറ്റുള്ളവർ വെറുതെ അനാവശ്യമായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പിന്ന് വെച്ചിരിക്കുന്നത്. ഇത് ഊരി വെക്കുക. ഇത് ഊരി വെച്ചതിന് ശേഷം ഇവിടെ നോക്കാം, നിങ്ങൾക്ക് ഈ പിന്ന് വലിച്ചൂരാം. വലിച്ചൂരി ഇതിനകത്ത് ചിലതിനൊക്കെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം ഉണ്ടോ, അത് എടുത്തങ്ങ് മാറ്റുക. ഇത് ഫ്രീ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എവിടെയാണോ തീ, ഞാൻ തൽക്കാലം എഴുന്നേറ്റിരിക്കുന്നു, എവിടെയാണോ തീ അവിടെ നിന്ന് ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. ഇത് പ്രസ് ചെയ്യാം, തീ അണക്കാം. വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു പ്രാഥമിക അഗ്നിശമന ഉപാധി മാത്രമാണ്. അഥവാ തീ തുടക്കത്തിൽ ശമിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം മാത്രമാണിത്. വലിയൊരു ഫയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെറിയ സിലിണ്ടർ കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് പ്രാഥമിക അഗ്നിശമന ഉപാധിയാണ്. നിങ്ങൾക്കറിയാം, ലോകത്ത് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ തീപിടുത്തങ്ങളും തുടക്കത്തിൽ ചെറിയൊരു തീപ്പൊരിയായിരുന്നു. പക്ഷേ അത് ആരാലും ശമിപ്പിക്കപ്പെടാതെ അത് പടർന്ന് പന്തലിച്ചതാണ് കണ്ടത്. നിങ്ങൾ കഴിഞ്ഞ 2 വർഷം മുമ്പേ ലണ്ടനിൽ വലിയൊരു ബിൽഡിങ് വൈക്കോൽ കൂനൽ നിന്ന് പോലെ കത്തിയത് കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരുപാടടുത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ ഇതുപോലുള്ള ബിൽഡിങ്ങുകളൊക്കെ നിന്ന് കത്തിയത് കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ തീ തുടങ്ങിയത് ചിലപ്പോൾ ഒരു ചെറിയ തീപ്പൊരിയിലായിരിക്കും. ആ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള എക്സ്റ്റിങ്ക്വിഷർ അവിടെ ഇവിടെയൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും, ചുമരുകളിലൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും. ആ സമയത്ത് തന്നെ അത് നമ്മൾ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ
ആ തീ നമുക്ക് അവിടെ അണക്കാൻ പറ്റുമായിരുന്നു. ഏതായാലും വളരെ ഫാസ്റ്റായിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇതാണ് അതിൻ്റെ രീതി. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാം. നിങ്ങൾ ഇവിടെ ഒരു വാൾവ് ഇവിടെ ഒരു ഗേജ് കാണുന്നുണ്ട്. ഇതാ ഇവിടെ ഒരു ഗേജ് കാണാം. ആ ഗേജിൽ നിങ്ങൾ നോക്കാം, ഗേജിനകത്ത് ഒരു ചെറിയൊരു നീഡിലുണ്ട്. അത് ഈ പച്ചയിലാണുള്ളത്. ഇതിനർത്ഥം ഇതിലുള്ള ഒരു ഗ്യാസ് ഉണ്ട്, ആ ഗ്യാസിൻ്റെ അളവാണിത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം, നേരത്തെ പറഞ്ഞത് പൊടിയല്ല, ഇതിനകത്ത് ഡ്രൈ കെമിക്കൽ പൗഡർ അല്ല, പിന്നെന്താണ് ഗ്യാസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഇതിന് ഏകദേശം 1/4 ഭാഗത്തോളം, ഇവിടുന്ന് ഇത്രയും ഭാഗത്തോളം എന്തായാലും ഞാൻ പറഞ്ഞ ഡ്രൈ കെമിക്കൽ പൗഡറാണ്. ഇത്രയും ഭാഗം ഡ്രൈ കെമിക്കൽ പൗഡറാണ്. അതിൻ്റെ മുകളിൽ എന്തുണ്ട്? എയർ. മുമ്പൊക്കെ കാർബൺ ഡൈ ഓക്സൈഡാണ്, പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡിനൊക്കെ വില കൂടുതലായിട്ട് അവർ മറ്റു പല എയറുകളാണ് നിറക്കുന്നത്. എന്ത് ചെയ്യും? അത് കംപ്രസ് ചെയ്തിട്ട് ഇതിൽ നിറച്ചിട്ടുണ്ട് എയർ, ഇതിന് മുകളിൽ. അപ്പോൾ ഈ സിലിണ്ടറിനകത്ത് ഒരു ഭാഗത്ത് അടിയിൽ പൊടിയുണ്ട്, അഥവാ ഡ്രൈ കെമിക്കൽ പൗഡറുണ്ട്. തൊട്ട് മുകളിലായിട്ട് എയർ കത്താത്ത ഓക്സിജൻ അല്ലാത്ത എയർ അവിടെ കംപ്രസ് ചെയ്ത് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് എന്താവും? ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു വാൾവ് ഓപ്പൺ ആവും. അപ്പോൾ ഇതിനകത്തുള്ള പൊടിയും ആ ഒരു വായുവും എന്ത് ചെയ്യും? അത് രണ്ടും കൂടെ, അതിലുള്ളൊരു വാതകവും അതുപോലുള്ള ആ പൊടിയും കൂടെ ഒരുമിച്ച് ആ ഡ്രൈ കെമിക്കൽ പൗഡർ കൂടെ ഒന്നിച്ച് ഡിസ്ചാർജ് ആയിട്ട് ഈ ട്യൂബിലൂടെ പുറത്തേക്ക് വരും. ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം. നിങ്ങൾ ചിലപ്പോൾ ചില ഓഫീസുകളിൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ കാണാം ഇതുപോലെ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ടാകും. ചിലപ്പോൾ അവർ വർഷങ്ങൾക്ക് മുമ്പേ വാങ്ങി വെച്ച സാധനമായിരിക്കും. ചിലപ്പോൾ അത് നിങ്ങൾ ഇതേപോലെ ഉപയോഗിച്ചാൽ ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. കാരണം എന്താണ്? ചിലപ്പോൾ ഇതിലുള്ള ഈ എയർ ചിലപ്പോൾ റിലീസായിട്ട് പോയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഇത് എടുക്കുമ്പോൾ എപ്പോഴും നോക്കേണ്ട കാര്യം, ഇവിടെ നോക്കുക, ഇതിന് എയറിൻ്റെ ഗേജാണിത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഈ കാണുന്ന രീതിയിൽ ഇതിപ്പോൾ ഫില്ലാണ്, ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങളിത് ഉപയോഗിക്കാൻ. ഇത് ചിലപ്പോൾ എംറ്റിയിലാണെങ്കിൽ, സീറോയിലാണെങ്കിൽ നമ്മളത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതിലൂടെ പൊടി പുറത്തേക്ക് വരില്ല. ഇതാണ് എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറയുന്ന സംഭവം. ഞാൻ നേരത്തെ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്വിഷർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ നിങ്ങൾ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്വിഷർ കാണുക. ഇപ്പോൾ ബാങ്കിലോ അല്ലെങ്കിൽ ബാങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബാങ്കിലൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്വിഷർ, അതിനൊക്കെ മുകളിൽ ഇങ്ങനെ തിരിക്കുന്ന ഒരു സാധനമാണ്. ഇതുപോലത്തെ വാൾവല്ല, അത് തിരിച്ചു വിടുന്നതാണ്. പക്ഷേ ആ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു ഡിസ്ചാർജ് ട്യൂബിൻ്റെ അടുത്ത് ഒരു ഡിസ്ചാർജ് ഹോൺ ഉണ്ടാവും. ഒരു നമ്മുടെ പോം നടിക്കുന്ന ഒരു ഹോണില്ല, ആ ഹോണിൻ്റെ ആ വായ പോലെയുള്ള ഒരു സാധനമാണ് ഉണ്ടാവുക. അതാണ് അവിടെ ഉണ്ടാവുക. കാരണം അത് കൂടുതലായിട്ട് ആൾക്കാരെല്ലായിടത്തും അധികം വെക്കില്ല. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് അടിച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ്റെ സാന്നിധ്യം ഇല്ലാതാക്കുക, അത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്വിഷർ കൂടുതലായിട്ട് ഉപയോഗിക്കുക ബാങ്കുകൾ, അതുപോലുള്ള അതായത് ഡോക്യുമെൻറ്റ്സൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ കറൻസികളൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്ഥലം, കൂടാതെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ, അതായത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലത്തൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്വിഷർ ആയിരിക്കും ഉപയോഗിക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്വിഷറിൻ്റെ ചിത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറയുന്ന സംഭവം. ഏതായാലും വീഡിയോ ഉണ്ടെങ്കിൽ നന്ദി. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.